Dear students, welcome to our class. Snake and the Mirror എന്ന പാഠഭാഗത്തിലെ മൂന്നാം എപ്പിസോഡിലിട്ട് എല്ലാവരെയും സാർ സ്വാഗതം ചെയ്യുന്നു. So, welcome to all. So, in our previous class, in our last class, അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ we had studied about our homeopath and its nature, അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്തൊക്കെയാണ് ഹോമിയോപ്പത് അല്ലേ ആൻഡ് ഹിസ് സം ഡിസിഷൻസ് അല്ലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡിസിഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് വർ ദ ഡിസിഷൻസ്? ഷേവ് ഡെയിലി, കീപ്പ് ദാറ്റ് അട്രാക്റ്റീവ്, സ്മൈല് ആൻഡ് മാരേജ് അല്ലേ. അദ്ദേഹത്തിന് കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഷേവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, ആ ചിരി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് എ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ അല്ലേ, അവസാനം ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്യുന്നു. വാട്ട് കുഡ് ഹി ഡു? ഇനി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ലെറ്റ്സ് ഡിസ്കസ്. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്നു. സോ വെൽക്കം ടു ആൾ. There was some pain in my left arm. വേദന തോന്നുന്നുണ്ട് അല്ലേ, ഇടത്തെ കൈതണ്ടയിൽ വേദന തോന്നി തുടങ്ങി നമ്മുടെ ഡോക്ടർക്ക്. ഇറ്റ് വാസ് അതെന്തുപോലെയാണ്? ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ. മെൽറ്റ്, അലിഞ്ഞ അല്ലെ, മെൽറ്റ് പാസ്റ്റ് ആണ് മോൾട്ടൻ അല്ലേ, മോൾട്ടൻ ഫയർ, ഉരുകി ഒലിച്ചെന്നൊക്കെ പറയും അല്ലേ. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. നമ്മുടെ അലുമിനിയം ദണ്ട് പോലെ ലെഡ് ദണ്ട്, ഇതൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്തുണ്ടാവും, വേദന ഉണ്ടാവും. അതായത് ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പ് ഹീറ്റായി കഴിയുമ്പോൾ, അതായത് ഇരുമ്പ് ചൂടുള്ള ഇരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ പൊള്ളില്ലേ, അതേമാതിരി ഒരു പൊള്ളൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മളെ ഡോക്ടർക്ക് അല്ലേ. ഈ റോഡ്, ആ ദണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്? മെയ്ഡ് ഓഫ് എ മോൾട്ടൻ ഫയർ, ഉരുകി ഒലിച്ച തീ കൊണ്ട് അല്ലേ. വാസ് സ്ലോവിലി ബട്ട് പവർഫുള്ളി ക്രഷിങ് അല്ലെ, സ്ക്വീസിങ്, ക്രഷിങ് മൈ ആം. അങ്ങനെ പാമ്പ് ചുറ്റിയിട്ടുണ്ട് അല്ലേ. അല്ലെ, സ്നേക്ക് വൗണ്ടഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് അല്ലേ. അപ്പോൾ എന്താ പാമ്പ് എന്താ ചെയ്യുന്നത്? ക്രഷിങ് ആണ്, അതിങ്ങനെ അമർത്തുകയാണ്, ചുറ്റി വലിഞ്ഞു മുറുക്കുകയാണ്. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രൈനഡ് ഓഫ് ആൾ സ്ട്രെങ്ത്, ഡ്രൈൻ ലോസ് അല്ലേ. നമ്മുടെ ഹോമിയോപ്പതിൻ്റെ കൈകൾക്ക് എല്ലാ ശക്തികളും എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. വാട്ട് കുഡ് ഐ ഡു? അദ്ദേഹം ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ കൈകളിൽ ഇടത്തെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ഒരു വേദന വരുന്നു. അതെന്തുപോലെ എന്നാ പറഞ്ഞിട്ടുള്ളത്? ലെഡൻ റോഡ് അല്ലേ, അത് മോൾട്ടൻ ഫയർ കൊണ്ട് ഉണ്ടാക്കിയ പോലെ. അങ്ങനെ പതുക്കെ പതുക്കെ പാമ്പ് എന്ത് ചെയ്യാണ്? കോയിൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അല്ലേ, ദ സ്നേക്ക് ഈസ് ക്രഷിങ് അവർ ഹോമിയോപ്പത്സ് ആം അല്ലേ. ദെൻ അറ്റ് ലാസ്റ്റ് ഹിസ് ആം വാസ് ബിഗിനിങ് ടു ബി ട്രൈനഡ് ഓഫ് ആൾ സ്ട്രെങ്ത്. തൻ്റെ കൈകളുടെ എല്ലാ ബലവും നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. At my slightest movement, the snake would strike me, hit me. Okay, at his slightest movement, the snake would hit him. അല്ലേ, അദ്ദേഹത്തിന് നേരിയ ചലനം അല്ലേ, പാമ്പ് അദ്ദേഹത്തെ കൊത്താനിടയാക്കും. Death lurked 4 inches away. Death lurked, wait. Death waited 4 inches away. അല്ലേ, മരണം 4 ഇഞ്ച് ദൂരത്താണ്. Suppose it struck, suppose it hit, what was the medicine I had to take? So he asked a question to himself. അദ്ദേഹം സ്വയം ഒരു ചോദ്യം ചോദിക്കുകയാണ്. Suppose it struck, അഥവാ പാമ്പ് കൊത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ what was the medicine I had to take? ഞാൻ എടുക്കേണ്ട മെഡിസിൻ ഏത്? അദ്ദേഹത്തിന് അറിയില്ല, ഡോക്ടറാണ് പോലും ഡോക്ടർ. There were no medicine in his room അല്ലെ, അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹം മെഡിസിൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഐ വാസ് ബട്ട് എ പൂവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അദ്ദേഹം സ്വയം പറയാ, ഐ ആം എ പൂവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബിലി അറ്റ് മൈ സെൽഫ്. സ്മൈൽഡ് ഫീബിലി, സ്മൈൽഡ് വീക്ക്ലി അല്ലേ, വളരെ ദുർലഭമായിട്ട് വളരെ ക്ഷീണിച്ച് കാണാണ് അദ്ദേഹം ചിരിക്കുന്നത്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ, അദ്ദേഹത്തിൻ്റെ അപകടം മറന്നിട്ട് നമ്മളെ ഹോമിയോപ്പതി എന്ത് ചെയ്യാണ്? ഒരു ലിബ്യനായിട്ട് എന്ത് ചെയ്യാണ്? വളരെ ക്ഷീണിച്ചിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം ചിരിക്കുകയാണ്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. ഓക്കെ, ഹി സ്മൈൽഡ് ഫീബ്ലി. സോ ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. ദൈവത്തെ അതിനത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് അതിൻ്റെ തല തിരിക്കുന്നു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അതുവരെ പാമ്പ് ചുറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ പാമ്പ് തല തിരിച്ചു. ഇനി പാമ്പ് എങ്ങോട്ടാ മക്കളെ നോക്കുന്നത്? മിററിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് അല്ലേ. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ.
ഐ ഡു നോട്ട് ക്ലെയിം അല്ലേ, ഇദ്ദേഹം ക്ലെയിം ചെയ്യല്ല, ഇദ്ദേഹം പറയല്ല അല്ലേ, ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യല്ല, അദ്ദേഹം പ്രസ്താവന പറയല്ല. എന്ത്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ അല്ലേ, കണ്ണാടിയിൽ നോക്കിയിട്ടുള്ള ആദ്യത്തെ പാമ്പ് എന്ന് ഞാൻ എന്ത് ചെയ്യല്ല, വാദിക്കല്ല കേട്ടോ എന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹം നമ്മളോട് പറയുന്നു അല്ലേ. നോക്കാം നമ്മുടെ ഹോമിയോപ്പതി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന്. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ആ പാമ്പ് എങ്ങോട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, കണ്ണാടിയിലോട്ട് അല്ലേ. വാസ് ഇറ്റ് അഡ്മിയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അഡ്മിയർ, ആരാധിക്കുക അല്ലേ, വി അഡ്മിയർ ഗോഡ് അല്ലേ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നില്ലേ. വാസ് ഇറ്റ് അഡ്മിയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? ആ പാമ്പ് അതിന്റെ സൗന്ദര്യത്തെ ആരാധിക്കുകയായിരുന്നു. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോവിംഗ് മൊസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര ഓർ വെർമിലിയോൺ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ് അല്ലേ. ഇനി അതും പറയാ, വാസ് ഇറ്റ് അഡ്മിയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോവിങ് എ മൊസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ അല്ലേ. നമ്മളെന്താണ് ആ പാമ്പ്, ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അവർ ഡോക്ടർ ഹാഡ് ടുക്ക് സം ഡിസിഷൻസ് അല്ലേ. ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ് അല്ല, നമ്മൾ ഡിസിഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാമ്പ് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുകയാണോ എന്തിനെ കുറിച്ച്? അബൌട്ട് ഗ്രോവിങ് മൊസ്റ്റാഷ്, മീശ വളർത്തുന്നതിനെ കുറിച്ച്, ഓർ യൂസിങ് ഐ ഷാഡോ, നമ്മൾ കൺപീലികൾക്കൊക്കെ ഇടില്ല അല്ലേ. അതുപോലെ തന്നെ മസ്കാര, ഇതൊക്കെ ലേഡീസ് ഉപയോഗിക്കുന്ന ഓരോ അല്ലേ ഉപഭോഗ വസ്തുക്കളാണ് അല്ലേ. മസ്കാരൊക്കെ ഇടും നമ്മൾ പീലികൾക്കും ഇവിടെയൊക്കെ നമ്മൾ ഇടൂല്ലേ. ആൻഡ് മസ്കാര ഓർ വെയറിങ് എ വെർമിലിയോൺ. വെർമിലിയോൺ മീൻസ് സിന്ദൂരം, സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്. ഓക്കെ, സോ അവർ ഡോക്ടർ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ അല്ലേ ടു ഹിംസെൽഫ്, അതായത് അദ്ദേഹത്തിനോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? വാസ് ദ സ്നേക്ക് അഡ്മിയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? പാമ്പ് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ലൈക്ക് മീ, എന്നെ പോലെ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കുകയാണോ? എന്തിനെ കുറിച്ച്? ഗ്രോവിംഗ് മൊസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, അല്ലെങ്കിൽ വെയറിംഗ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ് ഇല്ലേ. ഒന്നിനെന്താ മീശ വളർത്തുന്നതിനെ കുറിച്ചോ, കൺപീലികൾ നമ്മൾ എന്ത് ചെയ്യാൻ ചായം കൊടുക്കുന്നതിനനുസരിച്ചോ നമ്മൾ പീലികളിലൊക്കെ എഴുതുക, അതുപോലെ തന്നെ കൺമഷി ഇടുക, പിന്നെ അതുപോലെ തന്നെ സിന്ദൂരം ഇടുക, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണോ ഒക്കെ അദ്ദേഹം സ്വയം അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുകയാണ്. ഒന്ന് നോക്കുക അല്ലേ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തിൻ്റെ രീതി ഒന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ അല്ലേ. ഒരേ സമയം നമ്മളെ പല ഭാഗങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. നർമ്മം നിറഞ്ഞ എഴുത്തുകളിലൂടെ അദ്ദേഹം നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ, അതായത് ഇദ്ദേഹത്തിന് ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ല. നോക്കാം. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? അദ്ദേഹത്തെ ചുറ്റിയിട്ടുള്ള ആ പാമ്പ് ആണാണോ പെണ്ണാണോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ. ഐ വിൽ നെവർ നോ, എനിക്കത് അറിയില്ലായിരുന്നു. ഫോർ ദ സ്നേക്ക് അൺവൗണ്ട്, കോയിലഡ് ചുറ്റുക, വൗണ്ടഡ് അല്ലെ, വൗണ്ടഡ് ചുറ്റിയിരുന്നു അല്ലെ, വൗണ്ട് ചുറ്റുക, അൺവൗണ്ട് ചുറ്റയക്കുക അല്ലെ. ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോവിലി സ്ലിത്തേർഡ് അല്ലെ, മൂവ് വൺ സൈഡ് ടു അനദർ സൈഡ് വിത്ത് സ്ലോവിലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ. അതാണ് സ്ലിത്തേർഡ്, ഇഴഞ്ഞു പോവുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. ആൻഡ് സ്ലോവിലി സ്ലിത്തേർഡ് ഇൻ ടു മൈ ലാപ്പ്, അതായത് ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കയ്യിൽ ചുറ്റിയിട്ടുണ്ട് പാമ്പ് ഇഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മടിയിലെത്തി. ഫ്രം ദെയർ ഇറ്റ് ക്രേപ്ഡ്, ക്രേപ്പ് മീൻസ് എന്താണ്? ക്രേപ്പ് മീൻസ് അത് തന്നെയാണ്, മൂവ് വൺ സൈഡ് ടു അനദർ സൈഡ് ഓൺ ടു ദ ടേബിൾ, അത് ഇഴഞ്ഞിട്ട് എങ്ങോട്ട് നീങ്ങുന്നു? ടേബിളിന്റെ പക്കലോട്ട് നീങ്ങുന്നു. ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ, അത് പാമ്പ് കണ്ണാടിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം പറയാണ്, പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. റിഫ്ലക്ഷൻ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യില്ല അല്ലെ, പ്രതിബിംബം അല്ലെ. പെർഹാപ്സ് ഒരു പക്ഷേ ഇറ്റ് വാണ്ടഡ് ടു എൻജോയ്, അവർ സ്നേക്ക് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ക്ലോസ്ലി അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ് മീൻസ് വെരി ക്ലോസ്ലി അല്ലേ, നമ്മുടെ കണ്ണാടിക്ക് തൊട്ടടുത്ത് നിന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡോക്ടർ രക്ഷപ്പെട്ടു അല്ലേ. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് മീൻസ് സ്റ്റോൺ അല്ലേ, നമ്മൾ ഗ്രാനൈറ്റ് കേട്ടിട്ടില്ലേ, മാർബിൾ അല്ലേ. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്, അതായത് ഞാൻ കല്ലിൽ കൊത്തിയെടുത്ത ചിത്രമൊന്നും ആയിരുന്നില്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഞാൻ പെട്ടെന്ന് ആരായിട്ട് മാറിയുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ചോരയും നീരുമുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നു. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത് ഐ ഗോട്ട് ഫ്രം ദ ചെയർ. അല്ലെ, ഞാൻ എൻ്റെ ശ്വാസം മടക്കി പിടിച്ചിട്ട് ഞാൻ കസാരയിൽ നിന്ന് എണീക്കുന്നു. ഐ ക്വൈറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വെരാന്ത. ഒന്നും നോക്കിയില്ല അദ്ദേഹം, നേരെ തന്റെ മുന്നിൽ കാണുന്ന ഡോറിലൂടെ നേരെ വെരാന്തയിലോട്ട് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഫ്രം ദെയർ ഐ ലീപ്ഡ്, ഐ ജംപ് into the yard. അവിടെ നിന്ന് അദ്ദേഹം മുറ്റത്തോട്ട് ചാടുന്നു. ആൻഡ് റാൻ ഫോർ ആൾ ഐ വാസ് വർത്ത്. എനിക്കുണ്ടായതെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സർവശക്തി ഉപയോഗിച്ചിട്ട് അങ്ങ് ഓടുന്നു. ഹൗ, നമ്മുടെ ഡോക്ടർ രക്ഷപ്പെട്ടു അല്ലേ? തനിക്കുണ്ടായതെല്ലാം അവിടെ ഇട്ടിട്ട് അദ്ദേഹം ഓടി. എങ്ങോട്ടാണ് അദ്ദേഹം ഓടിയിട്ടുള്ളത് അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ സെഷൻ. ഫ്യൂ ഫൂ എന്നൊക്കെ പറയില്ലേ അല്ലേ? ഈച്ച് ഓഫ് അസ് ഹീവഡ് എ സൈ ഓഫ് റിലീഫ്. ഞങ്ങൾ എല്ലാവരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ആൾ ഓഫ് അസ് ലിറ്റ് ബീഡീസ്. ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ബീഡി കത്തിച്ചു അല്ലെ? അതായത് കുട്ടികളെ, ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് അറൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എന്ന സെന്റൻസോടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചാപ്റ്റർ തുടങ്ങുന്നത്. ആരാണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഡോക്ടറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോ ഇത് എന്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു? പാമ്പുകളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആയപ്പോൾ നമ്മുടെ ഡോക്ടർ ഒരു ടോപ്പിക് ഇട്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മളെല്ലാവരും സുഹൃത്തുക്കളും ബഷീറൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? ആൾ ഓഫ് എസ് ലിറ്റ് ബീഡീസ്. ഇവരൊക്കെ ബീഡി എത്തിച്ചു. വലിയന്മാരാണ് ഇവര് അല്ലേ? സംബഡി ആസ്ക്ഡ്, ഡോക്ടർ ഈസ് യുവർ വൈഫ് ഈസ് വെരി ഫാറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അതിവളവൻ ചോദിക്കാം. ഇവരുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിക്കാം, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? അല്ല ഡോക്ടറെ, നിങ്ങൾ പെണ്ണുങ്ങൾ തടിച്ചിട്ടാണോ? നോ, ദ ഡോക്ടർ സെഡ്. സങ്കടത്തോടെ ഡോക്ടർ പറഞ്ഞു, അല്ല ഇവിടെ ഗോഡ് വില്ലഡ് അതർവൈസ് അല്ലെ? ഗോഡ് ഡിസൈഡഡ് അതർവൈസ്. ദാറ്റ് മീൻസ് ദൈവം വിധിച്ചത് മറ്റൊരു തരത്തില. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ അല്ലെ? റീഡി സ്ലിം പേഴ്സൺ എന്നൊക്കെ പറയും. മെലിഞ്ഞുണങ്ങിയ സ്പ്രിന്റർ ആയിട്ടുള്ള സ്പ്രിംഗ് പേഴ്സൺ അല്ലേ? എൻ്റെ ലൈഫ് കമ്പാനിയൻ എന്താണ്? മെലിഞ്ഞിട്ടുള്ളൊരു പെണ്ണാണ്, സ്ത്രീയാണ്. വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ അത്ലറ്റ് അല്ലേ? അത്ലറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഓട്ടക്കാരി, ചാട്ടക്കാരി അല്ലേ? നല്ല ഓട്ടക്കാരിയാണ് എൻ്റെ ഭാര്യ. ആദ്യം തടിച്ചിയായിട്ടുള്ള ഭാര്യയാ അല്ലേ? ആക്ച്വലി അവർ ഡോക്ടർ വാണ്ടഡ് ടു മാരി എ ഫാറ്റ് വുമൺ. അൺഫോർച്ചുനേറ്റ്ലി ഗോഡ് വില്ലഡ് അതർവൈസ് ആൻഡ് ഹിസ് കമ്പാനിയൻ ഈസ് ലൈക്ക് എ തിൻ റെഡി പേഴ്സൺ വിത്ത് ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ അല്ലേ? ഒരു നല്ലൊരു ഓട്ടക്കാരിയായിരുന്നു. ഡോക്ടർ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പുറകെ കൂടിയിട്ട് എന്തുണ്ടാവും? കറിക്കയിലോണ്ട് അടിക്കുന്ന ടീമായിരുന്നു. Someone else asked, Doctor, when you ran, did the snake follow you? അല്ല ഡോക്ടറെ, നിങ്ങൾ ഓടിയപ്പോൾ പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് വെട്ടിത്തരങ്ങൾ അല്ലേ? The doctor replied, I ran and ran till I reached a friend's house. അല്ലേ? ഞാൻ ഓടി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. Immediately I smeared oil all over myself and took a bath. I spread അല്ലേ? I spread that oil and all over myself and took a bath. ഒന്നുമില്ല, എനിക്കത് അറിയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്തു? കുറേ എണ്ണ തേച്ച് എന്ത് ചെയ്തു? അപ്പം തന്നെ ഞാനൊരു കുളി ഞങ്ങൾ പാസ്സാക്കി കൊടുത്തു. I changed into fresh clothes അല്ലേ? എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വസ്ത്രവും മാറ്റി. The next morning at about 8:30 I took my friend and 1 or 2 others to my room to move my things from there അല്ലേ? പിറ്റേ ദിവസം ഏകദേശം 8:30 മണിയായി കാണും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പിന്നെ 2-3 മറ്റ് ആളുകളെയും കൂടി കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റെന്റഡ് റൂമിലോട്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ഫോർ വാട്ട് പർപ്പസ്? ടു മൂവ് ഹിസ് തിങ്സ് ഫ്രം ദെയർ. അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യാൻ. അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹി ഹാഡ് 60 rupees ഇൻ എ സ്യൂട്ട് കേസ്, സം ഷർട്ട്സ്, ധോത്തീസ്, എന്തൊക്കെ ഉണ്ടായിരുന്നു? 1 solitary black coat, ടാബിൾസ് അല്ല, ടേബിൾ, ചെയർ, മിറർ, കെറോസിൻ ലാമ്പ്, എക്സെട്ര ഇവ എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടുന്ന് മാറ്റാം. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. അദ്ദേഹം എന്താ പറയുന്നത്? വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. അവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞങ്ങൾ കണ്ടു. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. കുറച്ച് കള്ളന്മാർ എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവർ കൊള്ളയടിച്ചു. വൾഗേർഡ് അല്ലേ? ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട് അല്ലേ? റൂമിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ദ റൂം ഹാഡ് എംപ്റ്റി അല്ലേ? എംപ്റ്റി ആയിരുന്നു. ബട്ട് നോട്ട് റിയലി. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് 1 thing ആസ് എ ഫൈനൽ ഇൻസൾട്ട്.
എന്നെ അപമാനിക്കുന്നത് തുല്യം, എനിക്കൊരു അവസാനത്തെ ഒരു അപമാനം തന്നിട്ടാണ് ആ കള്ളന്മാർ അവിടുന്ന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കള്ളൻ അവിടുന്ന് പോയിട്ടുള്ളത് അല്ലേ. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ്, ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു അല്ലേ? വാട്ട് വാസ് ദാറ്റ് ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ബഷീർ ചോദിച്ചു അദ്ദേഹത്തോട് അതെന്തായിരുന്നു. ദ ഡോക്ടർ സെഡ് മൈ വെസ്റ്റ്, എൻ്റെ ബനിയൻ, ദ ഡേർട്ടി വൺ, വൃത്തികെട്ടത് അല്ലേ, പഴകി മുഷിച്ചു അല്ലേ, മുഷിഞ്ഞ ബനിയൻ, ഓട്ട ആയിട്ടുണ്ടാവും. ദ ഫെലോ ഹാഡ് സച്ച് സെൻസ് ഓഫ് ക്ലീനിനെസ് അല്ലേ, ആ കൊണ്ടുപോയിട്ടുള്ള കള്ളന് വൃത്തിബോധമൊക്കെ ഉണ്ട്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൻ ഇറ്റ്, അവനത് കൊണ്ടുപോയിക്കോടേനോ, ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, അവന് സോപ്പും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചത് കഴുകിയിട്ടത് അവന് ഉപയോഗിച്ചോടേനോ, എന്നെ അപമാനിക്കാൻ വേണ്ടി എന്തിനാണ് അവിടെ അത് ഇട്ട് പോയത് എന്നാണ് ഡോക്ടറുടെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ, അല്ല ഡോക്ടറെ നിങ്ങൾ പിറ്റേ ദിവസം അവിടെ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നോ. ദ ഡോക്ടർ ലോഫഡ്, ഡോക്ടർ ചിരിച്ചു. അദ്ദേഹം പറയാ ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്, ഞാനതിനെ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. അന്ന് മുതൽ അദ്ദേഹം പാമ്പിനെ കണ്ടിട്ടേ ഇല്ല എന്ന് അല്ലേ. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൻ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി അല്ലേ, സ്വന്തം സൗന്ദര്യം അല്ലെ ആസ്വദിച്ചിരുന്ന, സ്വന്തം സൗന്ദര്യം ആരാധിച്ചിരുന്ന ഒരു പാമ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കഥ നിർത്തുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, ഇൻ ദിസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് അവർ ഡോക്ടേഴ്സ് എസ്കേപ്പ് അല്ലേ. നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഡോക്ടർ എങ്ങനെയായിരുന്നു എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു, സഡൻലി അല്ലേ, ഫസ്റ്റ്ലി സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഇറ്റ്സ് ലെഫ്റ്റ് ആം, ദെൻ ദ സ്നേക്ക് ടേൺഡ് ടു ദ മിറർ, പിന്നെ കണ്ണാടിക്ക് നേരെ തിരിയുന്നു അല്ലേ, ആൻഡ് മൂവ്ഡ് സ്ലോലി ടുവേർഡ്സ് ദ മിറർ, ആൻഡ് സ്നേക്ക് വാസ് റെഡി ടു അഡ്മയർ ഹിസ് ഓൺ ബ്യൂട്ടി, അല്ലേ പാമ്പ് ആണോ പെണ്ണെന്ന് അറിയില്ല അല്ലേ, അഡ്മയർ ഇറ്റ്സ് ബ്യൂട്ടി അല്ലേ, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. ദാറ്റ് ടൈം അവർ ഡോക്ടർ ഗോട്ട് അപ്പ് ആൻഡ് റൺ അവേ അല്ലേ, ഓടി എവിടെത്തി, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് അല്ലേ വെൻറ്റ് ടു ഹിസ് റൂം. ദാറ്റ് ടൈം ദേ റിയലൈസ്ഡ് എ തീഫ് ബൾഗേർഡ് അവർ ഡോക്ടേഴ്സ് തിങ്സ്, നമ്മുടെ ഡോക്ടറിൻ്റെ സാധനങ്ങളൊക്കെ ഒരു കള്ളൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ സൂപ്പർ സ്റ്റോറി, ഇറ്റ്സ് എ നൈസ് സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി റിട്ടൺ അവർ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഓരോരോ വരികളിലും നമ്മുടെ ബഷീറിൻ്റെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നർമ്മങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അദ്ദേഹം അവസാനം പ്രയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങൾ ഇല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൻ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് സോപ്പ് ആൻഡ് വാട്ടർ അല്ലേ. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. നമ്മളെ ഡോക്ടറിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം അവിടെ വെച്ചിട്ട് പോയി എന്നൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു അല്ലേ. In our previous class, we discussed about our doctor's decision. Our doctor took 3 decisions, 2 or 3 decisions. Shave daily, keep that attractive smile, and our doctor wanted to marry a fat woman lady doctor. Unfortunately, God willed otherwise. Our doctor's life companion was a thin ready person അല്ലേ. നമ്മുടെ ഡോക്ടറിൻ്റെ ജീവിതസഖി ആരായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീയായിരുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് അവർ വർക്ക്സ്. ഇൻ അവർ പ്രീവിയസ് ക്ലാസ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഗേവ് യു സം ക്വസ്റ്റ്യൻസ്, 1 questions, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. യു ഷുഡ് ആൻസർ ഇറ്റ്. ആ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ആ എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ വിട്ടു തരേണ്ടതാണ്. ഓക്കെ, വി വിൽ പ്രൊവൈഡ് അവർ നോട്ട്സ്. സോ വി വിൽ ഡിസ്കസ് chapters activities in our next class. So it's time to wind up our class. Thank you students. Have a nice day.